പോരാ. അവിടുത്തെയോട് ചോദിച്ചു, മുത്തുനബിയേ, ഏറ്റവും മോശപ്പെട്ട സൽക്കാരമേതാണ്? സൽക്കാരം, അത് മോശപ്പെട്ട സൽക്കാരമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ശർറു ത്വആമി ത്വആമുൽ വലീമതി, ശർറു ത്വആമി ത്വആമുൽ വലീമതി യുദ്ആ ഇലൈഹൽ അഗ്നിയാ വയുതറകുൽ ഫുഖറാ. പാവങ്ങളായ ആളുകളെ വിളിക്കാറില്ല, സാധുക്കളായ ആളുകളെ പരിഗണിക്കാറില്ല. മുതലാളിമാർക്ക് വേണ്ടി മാത്രം സൽക്കാരമൊരുക്കുന്ന ജനങ്ങളെ, മുതലാളിമാർക്ക് വേണ്ടി മാത്രം സൽക്കാരമൊരുക്കുന്ന ജനങ്ങളെ, അത് ഏറ്റവും മോശപ്പെട്ട സൽക്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട്ടിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന കുടിലിലെ ഒരു പാവപ്പെട്ടവനെ മകളുടെ കല്യാണത്തിന് മുതലാളി വിളിക്കില്ല. അവന്റെ മെർസിഡീസ് ബെൻസ് കാറ് അവന്റെ വീട്ടിലുള്ള ആ ചെറിയ ഊടുവഴിയിലൂടെ, ഇടവഴിയിലൂടെ കയറിപ്പോകൂല്ല. ഒന്ന് നടന്നിട്ട് പോയി അവനെ വിളിക്കാൻ പ്രയാസമാണ്. എന്തിന് ദരിദ്രന്മാരെ വിളിക്കണം? മുതലാളിമാര് വരട്ടെ, മന്ത്രിമാര് വരട്ടെ, MLA-മാര് വരട്ടെ, MP-മാര് വരട്ടെ, സമൂഹത്തിലെ ഉന്നതന്മാര് വരട്ടെ. പാവപ്പെട്ടവൻ വേണ്ട, പരമദരിദ്രൻ വേണ്ട, സാധു വേണ്ട എന്ന് തീരുമാനിച്ച് പാർട്ടിയും ഫംഗ്ഷനും സൽക്കാരവും സംഘടിപ്പിക്കുന്ന ജനങ്ങളെ, ശർറു ത്വആമി ത്വആമുൽ വലീമതി യുദ്ആ ഇലൈഹൽ അഗ്നിയാ വയുതറകുൽ ഫുഖറാ. പാവങ്ങളെ വിളിക്കാതെ പണക്കാരെ മാത്രം വിളിക്കുന്ന സൽക്കാരം അത് ശർറാണ്, അത് മോശമാണ്, അത് നാശമാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തു വേണം? പാവങ്ങൾ ആരാണ്? ദരിദ്രന്മാരാരാണ്? നിസാരമായിട്ട് തള്ളിക്കളയേണ്ടവരല്ല. وعن مصعب بن سعد بن أبي وقاص رضي الله عنه قال رأى سعد أن له فضلا على من دونه فقال النبي صلى الله عليه وسلم هل تنصرون وترزقون إلا بضعفائكم. മഹാനായ ഒരു സ്വഹാബി അവിടുത്തെ മനസ്സിന്റെ അകത്തളത്തിൽ ഒരു ചെറിയൊരു വിചാരം, താൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണെന്നൊരു ചെറിയ വിചാരം പോലെ അവിടുത്തെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് പോലെ, തോന്നിയിട്ടില്ല, തോന്നുന്നത് പോലെ അതറിഞ്ഞ മുത്തുനബി അവിടുത്തോട് പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ ഗമനടിക്കണ്ട, നിങ്ങൾ ഔന്നത്യം വിചാരിക്കണ്ട, നിങ്ങൾ ബഹുമതികൾ ആലോചിക്കണ്ട. ജനങ്ങളെ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത് പാവങ്ങളെ കൊണ്ടാണ്, നിങ്ങൾക്ക് വലിയ വീടുണ്ടായത് പാവങ്ങളെ കൊണ്ടാണ്, നിങ്ങൾക്ക് നല്ല കാറുണ്ടായത് പാവങ്ങളെ കൊണ്ടാണ്, നിങ്ങൾക്ക് നല്ല കൃഷിയുണ്ടായത് പാവങ്ങളെ കൊണ്ടാണ്, നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ ലഭിക്കുന്നത് പാവങ്ങളെ കൊണ്ടാണ്, നിങ്ങൾക്ക് ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ലഭിക്കുന്നത് പാവങ്ങളെ കൊണ്ടാണ്. മുഹമ്മദ് മുസ്തഫ ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫാഇകും.
ഫുഖറാഇകും ഹൽ തുൻസറൂന വതുർസഖൂന ബിളുഅഫാഇകും. ദുർബലന്മാരായ സാധുക്കളായ പരമദരിദ്രന്മാരായ ആളുകളെ കൊണ്ടാണ് നിങ്ങൾക്കും എനിക്കും എല്ലാം ലഭിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മുഴുവൻ സഹായങ്ങളും അതെങ്ങനെയാണ്? നിങ്ങൾ പരമദരിദ്രനായിരുന്നു, ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്നു, നിങ്ങളുടെ പടിവാതിൽക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് രോഗമാണ്, എന്റെ മാതാവ് ക്യാൻസർ ബാധിച്ചു കിടക്കുകയാണ്, ചികിത്സിക്കാൻ മാർഗമില്ല, പൈസയില്ല, എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ എന്ന് നിങ്ങളോട് വന്ന് തേടിയപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞൊരു 500 രൂപ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവന്റെ മാതാവിന് അന്നേക്ക് ടാബ്ലറ്റ് മേടിക്കാൻ കാശില്ലായിരുന്നു. സന്തോഷത്തോടെ അവനത് മേടിച്ചു കൊണ്ടുപോയി. ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തി. വേദന കാർന്നു വേദന തിന്നുന്ന രോഗിക്ക് സമാശ്വാസമായി നീ കൊടുത്ത പണം കൊണ്ട് ടാബ്ലറ്റ് മേടിച്ച് ആ മകൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ പാവം രോഗിണിയായ ഉമ്മ, അല്ലാഹുവേ സഹായിച്ചവനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആയിരുന്നു. അന്നേരത്തെ നീ നാട്ടിൽ പ്രയാസമുള്ളയാളായിരുന്നു. അപ്പോൾ നിനക്ക് ടപ്പനെ ഒരു വിസ റെഡിയാകുകയാണ്, നീ കയറി ഗൾഫിൽ പോകുകയാണ്, നല്ല ജോലി ലഭിക്കുകയാണ്, നല്ല ശമ്പളം ലഭിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ കാർഷിക വിളവ് അത് സമൃദ്ധമാകുകയാണ്, എല്ലാ വർഷത്തെക്കാളും നല്ല വിളവ് നിനക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നിന്റെ കയ്യിൽ പണം വരികയാണ്, നിനക്ക് നല്ല വീട് വരികയാണ്, നല്ല കാറ് വരികയാണ്, നല്ല ഭക്ഷണം ലഭിക്കുകയാണ്. ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചത് മുഴുവനും പാവങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പാവങ്ങളായ ജനങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനേ പാടില്ല, അവരെ പ്രയാസപ്പെടുത്താനേ പാടില്ല. പലപ്പോഴും ഇവിടെ എന്നോട് പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ വന്നിട്ട് കിട്ടുന്ന ബാക്കി പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർധനരായ പാവങ്ങളായ പെൺകുട്ടികൾക്ക് കെട്ടിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ഉസ്താദ് എന്ന് പറഞ്ഞു. ഹദീസ് പറയുകയാണ്, ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം وعن أنس رضي الله عنه عن النبي صلى الله عليه وسلم من عال جاريتين حتى تبلغا جاء يوم القيامة أنا وهو وضم أسابعه. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും നിർധനരായ പാവങ്ങളായ പെൺകുട്ടികളെ ആരെങ്കിലും സഹായിച്ചാൽ, അവരെ സംരക്ഷിച്ചാൽ, അവരെ കെട്ടിച്ചയച്ചാൽ, അവരെ കെട്ടിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്താൽ, നിങ്ങൾ നാളെ യൗമൽ ഖിയാമത്തി അന വഹുവ, നാളെ പരലോകത്ത് അങ്ങനെ നിർധനകളായ പാവങ്ങളായ പെൺമക്കളെ സഹായിച്ച ജനങ്ങൾ നാളെ പരലോകത്ത് വരുന്നതാണ്. ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. ചൂണ്ടുവിരലും മധ്യവിരലും ചേർത്തു പിടിച്ചിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ 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 പാവപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചവരെ, നിർധനരായ പെൺമക്കളെ സഹായിച്ചവരെ,
ഞങ്ങൾ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരിക്കലും പാവപ്പെട്ടവന്റെ അവകാശം പിടിച്ചു വെക്കരുത്. പാവങ്ങൾക്ക് വേണ്ടി മുബീനുൽ ഇസ്ലാം ദഫ്സംഘത്തിന്റെ പ്രവർത്തകർ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്തോത്തിനാ, നിനക്കൊന്നും വേറെ ജോലിയില്ലയോടാ, നീ എന്തിനാണ് പാവങ്ങളുടെ പേരും പറഞ്ഞ് കളക്ഷൻ എടുക്കുന്നത്, നീ എന്തിനാണ് പാവങ്ങളുടെ പേരും പറഞ്ഞ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പാവങ്ങളായ സാധുക്കളായ ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും നിഷേധിക്കുകയും അതിനെതിരെ വർത്തമാനം പറയുകയും ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അവര് കേൾക്കണേ. وعن أبي شريح خويلد بن عمرو الخزاعي رضي الله عنه قال قال النبي صلى الله عليه وسلم اللهم إني أحرج حق الضعيفين اليتيم والمرأة. الله عند حبيب മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആരക്കാണ്. പടച്ചവനേ, മുത്തുനബിയുടെ പ്രാർത്ഥനയാണ് പാവങ്ങളായ സ്ത്രീകളുടെ അവകാശങ്ങളെ, നിർധനകളായ ആളുകൾക്ക്, അഗതികളായ ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവർ, അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ, അവർ പാപികളാണ്. അവർക്ക് താക്കീത് നൽകുകയാണ് മുത്തുനബി. അവിടുന്ന് പറയുകയാണ്, പാവങ്ങളുടെ അവകാശങ്ങളുടെ അവഗണിക്കുന്ന ആളുകളെ ഞാൻ പാപികളുടെ ഗണത്തിൽ പെടുത്തുകയാണ്, അവരെ താക്കീത് നൽകുകയാണ്. അല്ലാഹുവേ, പാവങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നവർക്ക് നാശം ചൊരിക്കണേ. പോരാ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് പാവങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന ആളുകൾക്കെതിരെ ആരാണ് പ്രാർത്ഥിക്കുന്നത്? മുത്തുനബിയാണ്. അതുകൊണ്ട് പാവങ്ങൾക്ക് ലഭിക്കുന്ന ഒരവകാശങ്ങളിലും നമ്മൾ ആരും ഇടപെടരുത്. പാവങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആ അവകാശങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കരുത്. പാവങ്ങൾക്ക് വേണ്ടി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനെ കുറവായിട്ട് കാണരുത്. പാവങ്ങൾക്ക് വേണ്ടി കുറച്ച് ചെറുപ്പക്കാര് മുബീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തകർ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അതിനെ മോശമാക്കരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? ما سئل النبي صلى الله عليه وسلم عن شيء قد فقال لا. ആരെങ്കിലും വന്നിട്ട് മുത്തുനബിയോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടുന്ന് ഇല്ല എന്ന് പറയില്ല. ചോദിച്ചു വരുന്നവർക്ക് മുഴുവനും പുന്നാര ഹബീബ് കൊടുക്കുന്ന നേതാവാണ്. ഓക്കെ ജൂദോ കറം ഹേ ശഹേബത്ത് ഹാ തേരാ നഗീം സുനതാ ഹി നഗീം മാംഗിനെ വാലാ തേരാ. ഓക്കെ ജൂദോ കറം ഹേ ശഹേബത്ത് ഹാ തേരാ നഗീം സുനതാ ഹി നഗീം മാംഗിനെ വാലാ തേരാ. ചോദിച്ചു വരുന്ന ആളുകൾക്ക് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന നേതാവാണ്. അവിടുന്ന് പഠിപ്പിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയുമോ? വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم ما من يوم يصبح العباد فيه إلا ملكان ينزلان فيقول أحدهما اللهم أعط منفقا
منفقا خلفا ويقول الآخر اللهم أعط ممسكا تلفا. متفق عليه. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുത്തുനബി പറയുകയാണ്, ജനങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ. പാവങ്ങളെ സഹായിക്കുന്ന ആളുകൾ, രോഗികളെ സഹായിക്കുന്ന ആളുകൾ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, സാന്ത്വന പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ കേൾക്കണേ. മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. ഓരോ പ്രഭാതത്തിലും ആകാശലോകത്ത് നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവര് ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. പടച്ചവനേ, പടച്ചവനേ, സാധുക്കളായ ജനങ്ങൾക്ക് സഹായം നൽകുന്നവന് അനുഗ്രഹം നൽകണം അല്ലാ. സാധുക്കളെ സഹായിച്ചവൻ, രോഗികളെ സഹായിച്ചവൻ, അനാഥകളെ ആശീർവദിച്ചവൻ, അഗതികളെ ചേർത്ത് പിടിച്ചവൻ, വീടില്ലാത്തവന് വീടുണ്ടാക്കിയവൻ, വെള്ളമില്ലാത്തവന് വെള്ളം കൊടുത്തവൻ, പള്ളി നിർമ്മിച്ചവൻ, മദ്രസ ഉണ്ടാക്കിയവൻ, അഗതികളായ പെൺകുട്ടികളെ കെട്ടിച്ചവൻ, അല്ലാ. നല്ല കാര്യങ്ങൾക്ക് പണം വിനിയോഗിച്ചവന് നീ അനുഗ്രഹം നൽകണേ തമ്പുരാനേ. അപ്പോൾ മറ്റേ മാലാക ദുആയിരക്കും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. പാവങ്ങൾക്ക് ചോദിച്ചപ്പോൾ, അതാ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തകർ ചെന്ന് വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നില്ല. പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊന്നും വേറെ ജോലി ഇല്ലേടോ, കുറെ പിരിവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു കുറെ ആളുകൾ, പാവങ്ങളുടെ സംരക്ഷകരായി കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചു. പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തി. പാവങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചയാള്, പാവങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കാതെ പിടിച്ചു വെച്ചയാളിന് പടച്ചവനെ നീ നാശം വരുത്തണേ അല്ലാ, നശിപ്പിക്കണേ അല്ലാ എന്ന മാലാക ദുആയിരക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോ ദിവസവും ഒരു ദിവസം ഉമ്മമാരെ, എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, ഒരു ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ ഈ ഒരു ഹദീസ് മതി അല്ലേ? രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ ഹദീസ് പോരെ. എന്താണ്? എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും, രാവിലെ വൈകുന്നേരം ചെയ്തില്ലെങ്കിൽ വേണ്ട, രാവിലെ എങ്കിലും ഒരു ദിവസം ഒരു പാവത്തിനെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചാലോ ഒരു ദിവസം അതിനല്ലേ ഇവിടെ എത്രയോ ചാരിറ്റി സംഘടനകളുണ്ട്, എത്രയോ ചാരിറ്റി പ്രവർത്തകരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ധർമ്മപ്പെട്ടി വെച്ചിട്ട് രാവിലെ ഉമ്മ ഇത് പാവങ്ങൾക്ക്, ഇത് സാധുക്കൾക്ക് എന്ന് പറഞ്ഞു 1 രൂപ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് 100 വേണ്ട ഉമ്മ, 1000 വേണ്ട ഉപ്പ, ഒരു ധർമ്മപ്പെട്ടി പാവങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കണേ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, രോഗികൾക്ക് സാന്ത്വനമേകാൻ, പള്ളി കെട്ടാൻ, മദ്രസ കെട്ടാൻ, അങ്ങനെ എന്ത് കാരുണ്യ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ, എന്ത് സുഹൃത പ്രവർത്തികൾക്കും ഉപയോഗിക്കാനെന്ന നീയത്തിൽ നിങ്ങളുടെ വീട്ടിലൊരു ധർമ്മപ്പെട്ടി വെച്ചിട്ട് ആ ധർമ്മപ്പെട്ടിയിലേക്ക് ഒന്നുമില്ലെങ്കിൽ 10 രൂപ ഇല്ലെങ്കിൽ ഉമ്മ 1 രൂപ നിങ്ങൾ അതിനകത്തിട്ടാൽ നിങ്ങളുടെ അവസ്ഥ പടച്ചവൻ അറിയും, നിങ്ങളുടെ അവസ്ഥ അല്ലാഹുവിനറിയും. നിങ്ങൾ ഉള്ളവരാണോ
നിങ്ങളില്ലാത്തവരാണോ എന്ന് റബ്ബിനറിയാം, നമ്മുടെ മനസ്സ് പടച്ചവനറിയാം. അങ്ങനെ നിങ്ങൾ ഓരോ രൂപ ഇട്ടാലും അല്ലാഹുവിന്റെ മാലാകമാര് ദുആയിരക്കും അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, അതാ ധനം പിടിച്ചു വെക്കാതെ സുഹൃതങ്ങൾക്ക് കൊടുത്തവന് അനുഗ്രഹം നൽകണേ അല്ലാ. എല്ലാ ദിവസവും മാലാകമാരുടെ